ചില പ്രത്യേകതരം ഹാർട്ട് അറ്റാക്കുകളുണ്ട്. സാധാരണ എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുക ഹൃദയത്തിലെ രക്തധമനികളിൽ ബ്ലോക്ക് വന്നിട്ടാണ്. എന്നാൽ ഹൃദയ രക്തധമനികളിൽ ഒരു ബ്ലോക്കും ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ചില അവസ്ഥകളുണ്ട്. ഇത് ആർക്കും സംഭവിക്കാം. ഇങ്ങനെയുള്ള 4 പ്രത്യേകതരം ഹാർട്ടിന്റെ അവസ്ഥകൾ നമുക്കൊന്ന് നോക്കാം. ഹൃദയ രക്തധമനികളിൽ ബ്ലോക്ക് വരുന്ന അഥീറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖമല്ലാതെ ഹൃദയത്തിന് കേടുവരുത്തുന്ന ചില പ്രധാന സാഹചര്യങ്ങളിൽ ഒന്നാമത്തേത് അലർജിയാണ്. എന്ന് വെച്ചാൽ ശക്തമായ അലർജി റിയാക്ഷൻ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും. ഇതിനെ കുനീസ് സിൻഡ്രോം എന്നാണ് പറയുക. അലർജി വരുന്ന സാഹചര്യത്തിൽ ഹൃദയ രക്തധമനികൾ ചുങ്ങിപ്പോവാണ്, ബ്ലോക്ക് ഇല്ലാതെ തന്നെ. കൊറോണറി ആർട്ടറി സ്പാസം സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ടുകളും വരാം. ഇത് പലപ്പോഴും കാണുന്നത് പ്രാണി കടിച്ചിട്ട് അലർജി വരുമ്പോൾ, അതല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ, അതല്ലെങ്കിൽ സീ ഫുഡ് കഴിച്ചിട്ട് അലർജി വരിക, ചില പ്രത്യേക നട്ട്സ്, മെഡിസിൻസ്, ഇതിന്റെയൊക്കെ അലർജിയിൽ നിന്നും ഇത് സംഭവിക്കാം. പലപ്പോഴും ശക്തമായ ഹാർട്ട് അറ്റാക്ക് വരെ ഇങ്ങനെ സംഭവിക്കാം. ഡോക്ടർമാര് അലർജിയാണ് ഇതിന്റെ കാരണം എന്നുള്ളത് രോഗിയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്നത് മിസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ഇമോഷൻ കൂടുമ്പോൾ അതികഠിനമായ മാനസിക വിഷമങ്ങൾ, കുടുംബത്തിലുള്ള മരണങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ വളരെയധികം കൂടി ഹൃദയത്തിന്റെ മാംസപേശികളെ ഒരു ഷോക്കിലേക്ക് നയിക്കുകയാണ്. അത് കാരണം ഹൃദയത്തിന്റെ ചില ഭാഗങ്ങൾ മിടിക്കാതെ വരികയാണ്. ഇങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ഫെയിലിയർ വരെ സംഭവിക്കാം. ഹൃദയത്തിന്റെ മിടിപ്പിലെ താളം തെറ്റിൽ സംഭവിക്കാം. അപൂർവമായിട്ട് മരണം വരെ സംഭവിക്കാം. ഈ അവസ്ഥയുടെ പേരാണ് ടക്കോട്സുബോ കാർഡിയോമയോപ്പതി. കൃത്യസമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും. മൂന്നാമത്തത് ശരീരത്തിലെ മൊത്തത്തിലുള്ള രക്തത്തിന്റെ അളവ് കുറയുന്ന സിവിയർ അനീമിയ. അതിന്റെ ഭാഗമായിട്ട് ഹൃദയത്തിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയാണ്. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൃദയം കൂടുതൽ ശക്തിയോടെ പമ്പ് ചെയ്യാൻ ശ്രമിക്കുകയും പതുക്കെ ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യും. നല്ല കിതപ്പും ക്ഷീണവും ഇങ്ങനെയുള്ള രോഗികൾക്ക് വരും. ഈ രോഗികൾക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ചികിത്സയിലുപരി രക്തത്തിന്റെ അളവ് കൂട്ടിക്കൊടുക്കുക, അതല്ലെങ്കിൽ രക്തം കൊടുക്കുക, ഇതാണ് വേണ്ടത്. നാലാമത്തത് ഹൃദയത്തെ അറ്റാക്ക് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്, ചില സപ്ലിമെന്റ്സും ഉണ്ട്. ഇതിനെ കാർഡിയോ ടോക്സിക് മരുന്നുകൾ എന്നാണ് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം ക്യാൻസർ കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകളും അതുപോലെ ചില ആന്റിബയോട്ടിക്കുകളുമാണ്. അതുപോലെ തന്നെ മയക്കുമരുന്നും ഇതിൽ ഉൾപ്പെടുത്താട്ടോ. ചില വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന സപ്ലിമെന്റ്സും ഇങ്ങനത്തെ അപകടം ഉണ്ടാക്കാറുണ്ട്. ചെറുപ്രായത്തിൽ അറ്റാക്ക് ആയിട്ട് വരുന്ന ചെറുപ്പക്കാരോട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് അവരുടെ അറ്റാക്കിന്റെ കാരണം ഡോക്ടറായ ഞങ്ങൾക്ക് മനസ്സിലാവുക. ചുരുക്കി പറഞ്ഞാൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഇല്ലാതെ തന്നെ ശക്തമായ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന പല അവസ്ഥകളും നമുക്ക് ചുറ്റുമുണ്ട്, അലർജി അടക്കം. ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയാറില്ല എന്ന് മാത്രം.